രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള താങ്കളുടെ നിലപാടെന്താണ്? കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ട്രഷറിയിൽ ഒരു നിയന്ത്രണം ഉണ്ടായിട്ടില്ല, ട്രഷറി പൂട്ടിയിട്ടില്ല. നിങ്ങൾക്കെല്ലാം സാങ്കേതികമായി അവിടെ എന്തോ തകരാറുണ്ട് കേട്ടോ. കേൾക്കാം, ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, അങ്ങ് പറഞ്ഞോളൂ. അതായത് രണ്ടാം പിണറായി സർക്കാരും ഒന്നാം പിണറായി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ട്രഷറിയിൽ പണമുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, ട്രഷറി പൂട്ടിയിട്ടില്ല, ഒരു നിയന്ത്രണമില്ല, എല്ലാം ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചിട്ടയായിട്ടും വിനയമായിട്ടും ഭരണം നടത്തി. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായി വളരെയധികം മാന്ദ്യമുണ്ടായി, സമ്പത്തില്ലാതെ പോയി. അത് എവിടുന്നാണ്, ഇവിടെ നിന്ന് സെൻട്രിൽ നിന്ന് കിട്ടാഞ്ഞിട്ടാണോ കിട്ടിയിട്ടാണോ എന്നുള്ളതിനെപ്പറ്റി പറയാൻ ഞാനാണല്ല. കാരണം ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല. അവിടെ നിന്ന് കിട്ടേണ്ടത് എത്രയായിരുന്നു എനിക്കറിയില്ല, ഇവിടെ തരാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതെനിക്കറിയില്ല. അവർ പറയും തന്നെന്ന് പറയും. ഇങ്ങനെ സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കം നിലനിൽക്കുന്നിടത്തോളം കാലം അത് ആരാണ് എൻ്റെ ഉത്തരവാദി എന്ന് പറയാൻ ഞാൻ ഉത്തരവാദിയല്ല. ഞാനത് പഠിച്ചിട്ടില്ല, പഠിക്കാത്ത വിഷയത്തെ പറ്റി പറയാൻ സാധിക്കില്ല. ഏതായാലും കഴിഞ്ഞ ഭരണവും ഈ ഭരണവും നോക്കുമ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേകിച്ചും പെൻഷൻ കൊണ്ട് കഴിയുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന് ഏറ്റവും വളരെ ദോഷകരമായിട്ട് ശബരിമല ഇഷ്യൂ ഉൾപ്പെടെയുള്ള പലതിനും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ ആഞ്ഞു കുത്തിയായിരുന്നു കഴിഞ്ഞ ഭരണകാലത്ത്. അതിനുശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ട് പോലും ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഒരു ചുക്കും ചെയ്യാൻ ഒരു പാർട്ടിയും സാധിച്ചില്ല. അവർ 4 സീറ്റുകൾ നേടിക്കൊണ്ടു പണ്ടത്തേക്കാൾ ശക്തമായി മുമ്പോട്ട് വന്നപ്പോൾ അതിൻ്റെ പിന്നിലെ ശക്തി ഇവിടുത്തെ കിറ്റും പെൻഷൻ തന്നെയാണ്. ഇവിടുത്തെ സാധാരണക്കാർ പാർട്ടിയെ വിട്ടില്ല. അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരണത്തിന് പിണറായിയെ പിന്താങ്ങി എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം വലിയ വിജയമുണ്ടായത്. പക്ഷെ രണ്ടാമത് വന്നപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളിലും കുറേ കുറവുകൾ വന്ന് കൊടുക്കാനില്ല, പണമില്ല എന്നപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തു. ഇപ്പം തന്നെ പെൻഷൻ കൊടുത്തിട്ട് എത്ര നാളുകളായി. ഇതെല്ലാം കൊടുക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അസംതൃപ്തി രാജ്യത്തുണ്ടാകും. അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോ വഴി കൊടുത്തിട്ടുണ്ടെന്നില്ല വില കൂടി. സ്വാഭാവികമായിട്ടും കാലാകാലങ്ങളിൽ ഇത് വില കൂടുന്നൊരു സാധനമാണ്. ആ വില കൂടുന്ന സമയത്ത് കുറേശ്ശെ കൂട്ടേണ്ടതിന് പകരം കുറേ കൊല്ലമായി ഇത് കൂടാതിരുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂട്ടാതിരുന്നെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും കാലാകാലങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതെ സപ്ലൈകോയിൽ നിന്ന് ഇന്ന് വളരെ വില കൂട്ടി അരിയായാലും മറ്റ് സാധനങ്ങളാകും വാങ്ങേണ്ട ഒരു ദുരവസ്ഥ നിലനിൽക്കുന്നു. പെൻഷൻ കിട്ടുന്നില്ല, മരാമത്ത് നടന്ന കോൺട്രാക്ടർമാർക്ക് പേയ്മെന്റ് കൊടുക്കുന്നില്ല. അങ്ങനെ ഏറെ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് ഇന്ന് സർക്കാർ പോകുന്നത്. ഭരണത്തിൽ സംഭവിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള പരാജയം എന്നാണ് അങ്ങ് വിലയിരുത്തുന്നത്. എന്നാൽ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വ്യക്തിപരമായി വിമർശനവും അഴിമതി ആരോപണവും മകളുടെ പേരിൽ നിൽക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 കർണാടക ഹൈക്കോടതിയിൽ വിധി പറയാൻ വെച്ചിരിക്കുന്ന ഒരു കേസുണ്ട്. താങ്കൾക്ക് കൂടി അറിയാവുന്ന CMRL കമ്പനിയും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിലാണ്. ആ വാർത്തകളോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ CMRLുമായി ഒരു ഇടപാടുള്ളതായും ആ ഇടപാട് സർക്കാരിൻ്റെ ഏതെങ്കിലും നയങ്ങളിൽ പ്രതിഫലിച്ചിട്ടുള്ളതായും താങ്കൾ കണക്കാക്കുന്നുണ്ടോ? പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ? പിണറായി ആയിരിക്കാം പ്രതിപക്ഷം പറയുന്നതിനകത്ത് കാര്യമുണ്ടെങ്കിലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പും ഈ കമ്പനിയായിട്ട് ഈ പറഞ്ഞ 2 കമ്പനിയായിട്ടും ബന്ധത്തിലായിരുന്നുവെന്ന് കർത്താവ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ കമ്പനിക്ക് വേണ്ടി മുഖ്യത്തിൻ്റെ മകളുടെ കമ്പനി ചില വർക്കുകൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പേരിൽ ചില പ്രതിഫലനങ്ങൾ കൊടുക്കുന്നു എന്ന് പിണറായിയുടെ മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് കർത്താവ് പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ പ്രത്യാരോപണങ്ങൾ വന്ന് ഇന്നിപ്പോൾ ഒരു കോടതിയുടെ മുമ്പ് നിൽക്കുന്നു. കോടതിയുടെ വിധി വരട്ടെ, സത്യങ്ങളെ അന്വേഷിച്ച് അവരല്ലേ ഇത് കണ്ടുപിടിക്കേണ്ടത്.